നടക്കാൻ കഴിവില്ലാതിരുന്നൊരു കുട്ടി, ജീവിതകാലം മുഴുവൻ നടക്കാൻ കഴിഞ്ഞേക്കില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതിയൊരു കുട്ടി. 9-ാം വയസ്സിൽ ആ നാട് കണ്ട അത്ഭുതമെന്ന പോലെ അവൻ കാലുകൾ ചലിപ്പിച്ചു തുടങ്ങുന്നു. നടന്നു കാണാൻ അതുവരെ കഴിയാതിരുന്ന നാട്ടിലും തെരുവുകളിലും അവനൊരു ചീറ്റപ്പുലിയെ പോലെ വേഗതയിൽ ഓടിത്തുടങ്ങി. മണ്ണിലും റോഡിലും ആഞ്ഞു ചവിട്ടി അവൻ്റെ കാൽപ്പാടുകൾ വൈകാതെ ക്രിക്കറ്റ് മൈതാനത്തിലും പതിച്ചു തുടങ്ങി. ഈഡൻ ഗാർഡൻസിൽ ഒരിക്കൽ തിങ്ങി നിറഞ്ഞ 10,000-കണക്കിന് ആൾക്കാരുടെ ആരവത്തിനിടയിൽ ആ ചെറുപ്പക്കാരൻ ചുവന്ന കുക്കുപുറ പന്തുമായി റണ്ണപ്പ് ചെയ്യാൻ തുടങ്ങി. ക്രീസിൽ ഇന്ത്യയുടെ വൻമതിൽ രാഹുൽ ദ്രാവിഡ്. ദൂരെ നിന്ന് ഓടിയെടുത്ത ചെറുപ്പക്കാരൻ്റെ പന്ത് സാക്ഷാൽ ദ്രാവിഡിൻ്റെ പ്രതിരോധത്തിനിടയിൽ കൂടെ ബാറ്റിനും പാഡിനും ഇടയിലൂടെ സ്റ്റെമ്പിലേക്ക്. തനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് ദ്രാവിഡ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴേക്കും സ്റ്റെമ്പ് മീറ്ററുകൾക്കപ്പുറം തെറിച്ചിട്ടുണ്ടായിരുന്നു. തൊട്ടടുത്ത നിമിഷം മറ്റൊന്നുകൂടെ നടന്നു. ഈഡൻ ഗാർഡൻസിലെ കാണികളെ ആവേശത്തിലാക്കി ക്രിക്കറ്റിൻ്റെ ദൈവം സച്ചിൻ ടെണ്ടുൽക്കർ ക്രീസിലേക്ക് അടുത്തു. അത് കാണാൻ വേണ്ടി തന്നെയായിരുന്നു കാണികൾ അവിടേക്ക് എത്തിയത്. ആദ്യമായിട്ടായിരുന്നു ആ ബൗളർ സച്ചിനെതിരെ പന്തെറിയുന്നത്. വീണ്ടും ഒരു ലോങ് റണ്ണർ. കരുതിക്കൂട്ടി ഉറപ്പിച്ച പോലെ ദൂരെ നിന്ന് ഓടി വന്നെറിഞ്ഞ ആ പന്ത് സച്ചിൻ സ്ട്രെയിറ്റ് ഡ്രൈവ് കളിക്കാൻ ശ്രമിച്ചെങ്കിലും ബാറ്റിന് തൊടാൻ പോലും അവസരം കിട്ടാതെ സ്റ്റെമ്പിലേക്ക്. അഴകൊത്ത, അക്ഷരാർത്ഥത്തിൽ പെർഫെക്റ്റ് എന്ന് പറയാവുന്ന 2 യോർക്കറുകൾ അടുത്തടുത്ത പന്തുകളിൽ. ഈഡനിലെ 10,000-ങ്ങൾ നിശബ്ദമായി. പിച്ചിൽ നിന്ന് ആ വിക്കറ്റ് നേട്ടത്തിൽ അലറി വിളിച്ച ആ ബൗളറുടെ ശബ്ദം ഗ്രൗണ്ടിൽ മുഴങ്ങി. പിന്നീട് ഇന്ത്യൻ ആരാധകർക്ക് അയാളൊരു പേടി സ്വപ്നമായിരുന്നു. അയാളുടെ റണ്ണപ്പും പന്തിൻ്റെ വേഗതയും ഒരു എക്സ്പ്രസ് ട്രെയിനെ ഓർമ്മിപ്പിച്ചതുകൊണ്ടാവാം ലോകം അയാളെ നാടിൻ്റെ പേര് കൂട്ടിച്ചേർത്ത് റാവൽപിണ്ടി എക്സ്പ്രസ് എന്ന് വിളിച്ചു. അതെ, ഇന്ന് സ്പിന്നിൽ പറയാൻ പോകുന്നത് സാക്ഷാൽ ഷോയബ് അക്തറിനെ കുറിച്ചാണ്. ഇന്ത്യക്കാർക്ക് ക്രിക്കറ്റ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് പാകിസ്ഥാനിലും. തെരുവുകളിലും റോഡിലും 4 ആൾ കൂടുന്നിടത്തെല്ലാം എന്തെങ്കിലും ഒന്ന് എടുത്തു വെച്ച് സ്റ്റെമ്പാക്കി വെച്ച് കളിക്കാൻ ഇറങ്ങുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുള്ള രാജ്യം. എന്നാൽ ഇന്ത്യയിൽ ഗവാസ്കറും സച്ചിനും ദ്രാവിഡും ഗാംഗുലിയും അടങ്ങുന്ന ബാറ്റേഴ്സ് ആയിരുന്നു ലോകത്തെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നതെങ്കിൽ പാകിസ്ഥാനിൽ അത് മറിച്ചായിരുന്നു. പേസ് ബോളിംഗ് ആയിരുന്നു എല്ലാ കാലവും പാകിസ്ഥാന്റെ കരുത്ത്. 50കളിൽ ഫസൽ മഹ്മൂദിൽ തുടങ്ങിയ ആ പേസ് അറ്റാക്ക് പിന്നീട് ഇമ്രാൻഖാനും വക്കാർ യൂനിസും ഒപ്പം വസീം അക്രവും ചേർന്ന ഡെഡ്ലി കോംബോയിലേക്ക് എത്തിയ കാലത്ത് ആരും ഭയക്കുന്ന ഓവറുകളായി മാറിയത്. പന്തിനെ ബാറ്റർക്ക് പ്രവചിക്കാൻ കഴിയാത്ത വിധം എതിർദിശയിലേക്ക് സ്വിംഗ് ചെയ്യിപ്പിക്കുന്ന റിവേഴ്സ് സ്വിംഗ് എന്ന പലർക്കും ഇപ്പോഴും പൂർണ്ണമായി മെരുക്കാൻ കഴിയാത്ത വജ്രായുധം കൂടെ ഈ 3 പേരുടെ കയ്യിലും ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ പാകിസ്ഥാന്റെ പേസ് ബോളിംഗ് ലോകത്തിന്റെ തലവേദന തന്നെയായിരുന്നു. ആ പേസ് ത്രയത്തിന്റെ തുടർച്ചയായിട്ടായിരുന്നു റാവൽപിണ്ടിക്കാരൻ ഷോയബ് അക്തർ പാകിസ്ഥാൻ ജേഴ്സി അണിയുന്നത്. വേഗതയായിരുന്നു ഷോയബ് അക്തറിന്റെ മറ്റൊരു പേരെന്ന് പറഞ്ഞാലും തെറ്റില്ല. 2003 ലോകകപ്പിൽ അയാൾ എറിഞ്ഞ 161.3 km/h വേഗതയുള്ള പന്തിനെ 2 പതിറ്റാണ്ടിനിപ്പുറവും മറികടക്കാൻ ലോക ക്രിക്കറ്റിൽ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല. ദേഹത്തൊന്ന് തട്ടിയാൽ ചിലപ്പോൾ ബാറ്റർക്ക് ഗുരുതരമായി പരിക്കേൽക്കാവുന്ന വേഗതയാണ്. ടൈമിംഗ് ഒന്ന് പിഴച്ചാൽ ഏതൊരു ബാറ്ററുടെയും കരിയർ തന്നെ അവസാനിച്ചേക്കാവുന്ന വേഗത. വസീം അക്രത്തിനെയും വക്കാർ യൂനിസിനെയും പോലെ റിവേഴ്സ് സ്വിംഗ് കൊണ്ട് പന്തിനെ മെരുക്കിയെടുക്കുന്നതിനേക്കാൾ വേഗം തന്നെയായിരുന്നു അക്തറിന്റെ കാര്യം. ഇടിമിന്നൽ പോലെ ബാറ്റർ കരികിലേക്ക് എത്തുന്ന യോർക്കറുകളും കഴുത്തിന് പരിക്കേൽപ്പിച്ചേക്കാവുന്ന തോന്നിപ്പിക്കുന്ന വിധം ബൗൺസറുകളും അക്തർ ബാറ്റേഴ്സിനെതിരെ എത്തുന്നു. അതിനൊപ്പം 180 km/h വേഗതയിൽ പഴയ പന്ത് കൊണ്ട് റിവേഴ്സ് സ്വിംഗ് ചെയ്യിപ്പിക്കാനും അക്തറിനെ കൊണ്ട് സാധിച്ചിരുന്നു. ഏതൊരു ബാറ്റർക്കുള്ളിലും ചെറുതായിട്ടെങ്കിലും ആ ഭയത്തിൻ്റെ മൊട്ടിട്ടിരുന്നു ഷോയബ് അക്തർ പന്തെടുക്കുമ്പോൾ. ഒപ്പം അയാളുടെ റണ്ണപ്പിലും നോട്ടത്തിലും എല്ലാമുള്ള ഇൻറ്റിമിഡേഷൻ കൂടി ആകുമ്പോഴേക്കും ഭയത്തിൻ്റെ മൊട്ട് പതിയെ വിരിഞ്ഞു തുടങ്ങുകയും ചെയ്യും. അക്തറിൻ്റെ വേഗതയുടെ കരുത്ത് അറിയുന്നവർ അയാളെ അധികമൊന്നും വെല്ലുവിളിക്കാൻ പോയിട്ടില്ല. അറിയാതെ ഒന്ന് സ്ലെഡ്ജ് ചെയ്താൽ, അയാളെ ദേഷ്യം പിടിപ്പിച്ചാൽ അടുത്തതായി വരുന്ന പന്തിൻ്റെ വേഗത 180 km/h ആയിരിക്കുമെന്ന് ഉറപ്പാണ്. പക്ഷേ അതിൻ്റെ ലക്ഷ്യം സ്റ്റമ്പാണോ കഴുത്താണോ എന്ന് നെഞ്ചിടിപ്പോടെ മാത്രമേ ബാറ്റർക്ക് ഓർക്കാൻ കഴിയൂ. ഓരോ ബോൾ കഴിയുമ്പോഴും തുറച്ചു നോക്കിക്കൊണ്ടായിരിക്കും അക്തർ റണ്ണപ്പിനായി തിരിച്ചു നടക്കുക. ചിലപ്പോൾ ബാറ്റേഴ്സിനെ കളിയാക്കും, ഡിസ്ട്രാക്ട് ചെയ്യും. എന്നാൽ തിരിച്ചോടി വരുമ്പോൾ അയാളുടെ തലമുടി കാറ്റിൽ ആടുന്നത് കാണുമ്പോഴേ, അതിനൊപ്പമുള്ള നെഞ്ചിൽ തറക്കുന്ന നോട്ടം കാണുമ്പോഴേ ബാറ്റർ ആരായാലും ചങ്കിടിച്ചു പോകും. 99-ലെ കൊൽക്കത്ത ടെസ്റ്റിൽ സച്ചിൻ്റെ സ്റ്റെമ്പ് തെറിപ്പിച്ചത് മുതൽ പിന്നീട് വർഷങ്ങളോളം ഇരുവരുടെയും പേരുകളിലായിരുന്നു ആ മത്സരത്തിലെ ട്രെൻഡിങ് ടോപ്പിക്കുകൾ. അന്ന് ഹാഷ്ടാഗുകൾ ഉണ്ടായി തുടങ്ങിയിരുന്നെങ്കിൽ കോടിക്കണക്കിന് പേർ സച്ചിൻ വേഴ്സസ് അക്തർ എന്ന് സോഷ്യൽ മീഡിയയിൽ അക്കാലത്ത് കുറിച്ചു. ഇന്ത്യ പാക് മത്സരങ്ങളിലെ വീറും വാശിയും അക്കാലത്ത് ശക്തിയായി നിലനിന്നതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ മാസ്റ്റർ ബ്ലാസ്റ്റർ ബാറ്ററെ പാകിസ്ഥാന്റെ വേഗതയിൽ ഒന്നാമനായി നിൽക്കുന്ന ബൗളർ നേരിടുമ്പോൾ അത് പിന്നെ രാജ്യത്തിനും ലോകത്തിനും കണ്ണ് ചിമ്മാൻ പോലും പറ്റാത്ത വിധം നോക്കി നിൽക്കാനേ കഴിഞ്ഞിരുന്നു. ഇടിമിന്നൽ പോലെയുള്ള അയാളുടെ യോർക്കർക്ക് മുന്നിൽ സകലരും വീണുപോയിട്ടുണ്ട്. സച്ചിനും ദ്രാവിഡും ലക്ഷ്മണും കാലിസും എല്ലാം പതറിപ്പോയിട്ടുണ്ട്. യോർക്കറിൽ നിന്ന് രക്ഷപ്പെട്ടവർ ബൗൺസറിൽ ചൂളിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ ബ്രെയിൻ ലാറയുടെ കഴുത്തിലായിരുന്നു അക്തറിൻ്റെ ബൗൺസർ പതിച്ചത്. ലാറ ക്രീസിൽ വീണുപോയി.
അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം സച്ചിനെതിരെ അയാൾ ബോൾ ചെയ്യുമ്പോൾ വിക്കറ്റ് പോകുന്നതിനേക്കാൾ പന്ത് ദേഹത്തുകൊണ്ട് സച്ചിൻ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഇന്ത്യൻ ആരാധകരും ആശങ്കപ്പെട്ടിരുന്നത്. എന്നാൽ ഷോയബ് അക്തറിൻ്റെ കരിയർ അത്ര എളുപ്പമുള്ളതായിരുന്നില്ല. ഏതൊരു ഫാസ്റ്റ് ബോളറേയും പോലെ അയാളും പരിക്കുകൊണ്ട് വലഞ്ഞു. വേഗം കൈവരിക്കാൻ രാത്രി കാലങ്ങളിൽ ട്രക്കുകൾ ഷോൾഡറിൽ കെട്ടി വലിച്ചിരുന്നു അക്തർ. കഠിനമായ പരിശീലനവും വേഗം കുറയ്ക്കാതിരുന്ന ബൗളിങ്ങും അയാളെ പലപ്പോഴും പരിക്കിൽ തളച്ചു. എല്ലാ മത്സരവും തുടർച്ചയായി കളിക്കാൻ അയാൾക്ക് പലപ്പോഴും കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ വേഗതയ്ക്കൊപ്പം സ്ഥിരതയാർന്ന പ്രകടനം അയാൾക്ക് സാധ്യമായിരുന്നില്ല. ടീമിൽ നിന്ന് പലപ്പോഴും പുറത്തായി. ഒപ്പം പാക് ക്രിക്കറ്റ് അക്കാലത്ത് നേരിട്ട സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങളും അക്തറിനെയും ബാധിച്ചു. എല്ലാ പന്തുകളും വേഗതയേറിയ യോർക്കറുകളായിട്ടായിരിക്കും അയാൾ എറിയുക എന്ന് ലോകം സ്വപ്നം കണ്ടതുകൊണ്ടായിരിക്കാം അയാൾക്ക് പിഴച്ചപ്പോഴൊക്കെ അയാൾ കുറ്റക്കാരനായിട്ടുണ്ട്. ഇന്ത്യയുമായുള്ള മത്സരത്തിൽ നന്നായി പെർഫോം ചെയ്യാതെ വന്നപ്പോൾ അയാൾ പരിക്ക് അഭിനയിക്കുകയാണെന്ന് സഹതാരങ്ങൾ പോലും പറയുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. എന്നാൽ തൻ്റെ എല്ലുകൾ പൊട്ടിയത് തെളിഞ്ഞു കാണുന്ന എക്സ്റേ ഫിലിമുകൾ താരങ്ങൾക്കും പാക് ക്രിക്കറ്റ് ബോർഡിനും മുന്നിലിട്ട് എൻ്റെ രാജ്യസ്നേഹത്തെയും ആത്മാഭിമാനത്തെയും ചോദ്യം ചെയ്യരുത് എന്നായിരുന്നു അയാൾ പറഞ്ഞത്. ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ബൗളർ അക്തറല്ല. പാക് ക്രിക്കറ്റ് ലോകത്തിന് മുന്നിൽ സമ്മാനിച്ച ബൗളറും അയാളല്ല. എന്നാൽ ലോകത്തെ ഏറ്റവും വേഗം കൂടിയ ബൗളർ അയാൾ തന്നെയാണ്. 150 കിലോമീറ്റർ സ്പീഡിലധികം ബൗൾ ചെയ്യുന്ന ബൗളേഴ്സ് ഇന്നും ക്രിക്കറ്റിൽ അപൂർവം തന്നെയാണ്. വിരലിലുണ്ടാവുന്നവർ മാത്രമായിരിക്കും സ്ഥിരതയോടെ എറിയുന്നത്. അതുകൊണ്ട് കൂടിയായിരിക്കാം പാകിസ്ഥാനിലെ ബാറ്റിംഗ് പിച്ചുകളിൽ പന്തെറിഞ്ഞ് പഠിച്ച ഷോയബ് അക്തർ ഇന്നും ഒരു അത്ഭുതമായി നിലനിൽക്കുന്നു. എങ്ങനെ അയാളെ കൊണ്ട് അതിന് സാധിച്ചു എന്നത് ഇന്ന് ആർക്കും പിടികിട്ടാതിരിക്കുന്നു. ക്രിക്കറ്റ് ആരാധകർ ഇന്നും കൊതിക്കും അയാളുടെ തലമുടി പാറിക്കൊണ്ടുള്ള ലോങ് റണ്ണപ്പും കയ്യിൽ നിന്ന് തൊടുത്തുവിടുന്ന ബുള്ളറ്റ് പോലുള്ള യോർക്കറും വീണ്ടും ഒന്ന് കാണാൻ. അത് നേരിട്ടും ലൈവായിട്ടും കണ്ടവർ എക്കാലവും പറയും. മറക്കാൻ പറ്റുമോ?